കേരളം വിധിയെഴുതാൻ ഇനി ഒരു നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. കലാശക്കൊട്ടിനൊരുങ്ങി മുന്നണികളും സ്ഥാനാർത്ഥികളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാന ലാപ്പിലും മുൻതൂക്കം നിലനിർത്തിയിരിക്കുകയാണ് ഇടതുമുന്നണി. വിജയപ്രതീക്ഷയിൽ UDFും BJPയും മുന്നിൽ തന്നെയുണ്ട്. സമഗ്ര വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നിർബൻ ചക്രവർത്തി ചേരുകയാണ്. നിർബൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അഞ്ജന. നിർബൻ, അതായത് 2 മാസം നീണ്ടുനിന്ന പരസ്യ പ്രചരണം വലിയ രീതിയിലുള്ള അതിന്റെ അന്ത്യം, അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഓരോ മുന്നണിയും വലിയ രീതിയിലുള്ള ആവേശത്തിൽ തന്നെയാണ്, വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സമാന സാഹചര്യങ്ങളല്ല നിലനിൽക്കുന്നത്. വളരെ വിരുദ്ധമായ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അലയടിക്കാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. മോദി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർന്നു വരുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പരസ്യ പ്രചരണത്തിന് അന്ത്യമാവുകയാണ്. വിവരങ്ങൾ എങ്ങനെ? അഞ്ജന, ഈ ഏകദേശം 2 മാസത്തോളം നീണ്ടുനിന്ന വലിയ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഇന്നത്തെ കൊട്ടിക്കലാശം. 6 മണിക്കാണ് പരസ്യ പ്രചരണം അവസാനിക്കുന്നത്. വിപുലമായ സജ്ജീകരണങ്ങളാണ് എല്ലാ മുന്നണികളും നടത്തുക. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി അവസാനം വലിയ പ്രകടനത്തോടുകൂടി പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ തന്നെ വന്നിറങ്ങുകയും അതാത് പാർട്ടിയുടെ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിന് ഈ മിഴിവ് ഏകുന്നതിന് വേണ്ടിയുള്ള പരമാവധി പ്രചരണങ്ങളും കൊടികളും തോരണങ്ങളും ഫ്ലെക്സുകളും അനൗൺസ്മെൻറ്റ് വാഹനങ്ങളും ഒക്കെ ആയി ഇന്ന് അതിൻ്റെ കലാശക്കൊട്ടിൻ്റെ ഇതുവരെയുള്ള പ്രചരണത്തിൻ്റെയൊക്കെ തന്നെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് മുന്നണികൾ നടത്തുന്നത്. സ്ഥാനാർത്ഥികളും ഇന്ന് സജീവമായിട്ടുണ്ട്. രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാനുള്ള സ്വകാര്യ സന്ദർശനങ്ങളിലാണ് കേന്ദ്രീകരിക്കുക. അത് കഴിഞ്ഞ ശേഷം ഉച്ചയോടുകൂടി തന്നെ ജംഗ്ഷനുകളിൽ, പ്രധാനപ്പെട്ട കവലകളിൽ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ വന്നു നിന്ന് ഈ കൊട്ടിക്കലാശത്തിൻ്റെ വേദി ഒരുങ്ങി തുടങ്ങും. അപ്പോഴേക്കും ആ പ്രദേശങ്ങളിലെല്ലാം അതാത് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സന്ദർശിക്കുകയാണ് ഉണ്ടാകുക. 5:30 മണിയോടുകൂടി പ്രധാനപ്പെട്ട ജംഗ്ഷനിലായിരിക്കും കൊട്ടിക്കലാശത്തിൻ്റെ സമാപനം ഉണ്ടാകുക. അവിടെ എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ എത്തിച്ചേരും. അവിടെ പരമാവധി തങ്ങളുടെ ശക്തി തെളിയിക്കുക, ഇത്രയും ദിവസം നടത്തിയ പ്രചരണത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥ, പരമാവധി ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. അതുകൊണ്ട് തന്നെ അവിടെ പരമാവധി പ്രവർത്തകരെ പ്രകടനമായി എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അതുകൊണ്ട് ഈ കൊട്ടിക്കലാശ സമയത്തുണ്ടാകുന്ന ആവേശം അത് മുന്നണികളുടെ വോട്ടായി മാറും. അതാണൊരു ചിത്രമായി മാറുക. ആർക്കാണ് മേൽക്കൈ എന്ന് തോന്നിക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഓരോ മുന്നണിയും നടത്തുക. വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ മുന്നണികൾ നടത്തിയിട്ടുണ്ട്. മറ്റ് സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പോലീസും പാലിക്കുന്നുണ്ട്. കാരണം ഈ 2 മാസത്തെ പ്രചരണത്തിൻ്റെയൊക്കെ ആവേശമുണ്ട്. മാത്രമല്ല, ഒരു നിർണായകമായ, അഞ്ജന പറഞ്ഞതുപോലെ രാജ്യത്തെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. ഭാവി ഇന്ത്യയെ നിശ്ചയിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ വിധി എഴുതും എന്നായിരിക്കും കാതോർക്കുക. ഇനി ഒരു നാൾ മാത്രമാണുള്ളത്. ഇന്നത്തെ കൊട്ടിക്കലാശം കഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചരണമാണ്. സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പോവുകയും ഒപ്പം തന്നെ വ്യക്തികളെ കണ്ട് അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേരളം വിധി എഴുതാൻ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. നമ്മൾ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെ കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പന്ന്യൻ രവീന്ദ്രൻ താമസിക്കുന്ന ജോയിൻറ്റ് കൗൺസിൽ ഓഫീസിന് അടുത്താണ്. അദ്ദേഹത്തെ രാവിലെ നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അല്പനിമിഷങ്ങൾക്കകം തന്നെ കൈരളി ന്യൂസിനോട് ചേരും. വലിയ ആത്മവിശ്വാസത്തിലാണ് പന്ന്യൻ രവീന്ദ്രൻ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജോയിയും ഇന്ന് പ്രധാനപ്പെട്ട, നേരത്തെ റോഡ് ഷോ 2 സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിരുന്നതാണ്. ഇന്ന് ഈ കൊട്ടിക്കലാശത്തിനിടയിൽ റോഡ് ഷോ പ്രായോഗികമാകില്ല എന്ന് മനസ്സിലാക്കിയാണ് 2 സ്ഥാനാർത്ഥികൾ ഇന്ന് റോഡ് ഷോ ഒഴിവാക്കിയത്. ജോയിയും ഇന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ വ്യക്തികളെയും കാണാനുള്ള തിരക്കിലാണ്. 2 പ്രദേശങ്ങളിലും ശക്തമായ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലത്തിലും ശക്തമായ തരത്തിലുള്ള ആവേശോജ്വലമായ പ്രവർത്തനങ്ങളായിരിക്കും ഈ കൊട്ടിക്കലാശത്തിലുണ്ടാകുക. എല്ലാ തരത്തിലും മുന്നണികൾ സജീവമായി രംഗത്തുണ്ട്. LDFിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. പ്രചരണത്തിൽ 1ാം ഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവും ബഹുദൂരം മുന്നിൽ പോകാൻ LDFിനായി. അവസാന ഘട്ടത്തിലും അവസാന ലാപ്പിലും ആ മുന്നേറ്റം നിലനിർത്താനായി എന്ന ആത്മവിശ്വാസത്തിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ.